Hello, guys. Today is a very exciting day. യെസ്, ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ. അതും ചെറിയൊരു റോളല്ല, മെയിൻ റോളായിട്ട് തന്നെ. അപ്പം എനിക്കറിയാത്തൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അതിൻ്റെ ഡബ്ബ് തുടങ്ങുകയാണ്. തുടങ്ങി ആക്ച്വലി 2 ദിവസം കഴിഞ്ഞു. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങിയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടി. അപ്പോൾ ഇഷ്ടമാണ് എനിക്ക് അഭിനയിക്കാനാണെങ്കിലും ഡബ് ചെയ്യുന്നതാണെങ്കിലും. ഇത്തിരി മടുപ്പാണ്, പക്ഷെ എന്നാലും എന്താ പറയുക, പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡബ്ബിങ് സ്റ്റുഡിയോ ചെന്നിട്ട് പാക്കലാവും. ഡബ്ബിങ് വിജയകരമായി പൂർത്തീകരിക്കുകയാണ്. ഞാനൊന്ന് ബാത്റൂം വരെ വന്നതാണ്. മക്കളെ മുഖം ബാക്കോട്ട് ബാക്കിൽ കിട്ടാം. ആ ഷെയർ തൊട്ടെടുക്കണം. നിർത്തിക്കൂടെ? നിർത്താറായില്ലേ? ഡേ 2 അല്ല, ഡേ ലാസ്റ്റ് ഡേ. ഗൈസ്, അങ്ങനെ നീണ്ട 4 ദിവസത്തിനൊടുവിൽ നമ്മുടെ ഡബ് തീർന്നിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ 4 ദിവസം നീണ്ടു നിന്ന ഡബ്ബിങ് 5 ദിവസം നീണ്ടു നിന്ന ഡബ്ബിങ് പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിനീയർ മിസ്റ്റർ വിഷ്ണു, ആൻഡ് ഇതാണ് നമ്മുടെ ഡയറക്ടർ മിസ്റ്റർ റോമിയോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആദ്യം വിഷ്ണു ചേട്ടൻ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു പരിപാടി മൊത്തം? എന്തായാലും അഭിനയം വളരെ നന്നായിട്ടുണ്ട്. ആക്കി പറഞ്ഞതാണോ? ഓക്കെ, പറയൂ ബാക്കി. നല്ല ഭാവിയുണ്ട്. എന്തിലാ ഭാവി എന്നും കൂടെ ഇപ്പൊ പറയണ്ട, പിന്നെ പറഞ്ഞാ മതി. യെസ്, ഇനി പറഞ്ഞു ബ്രോ. എന്താ പറയാ, ഒരു ഗായകൻ നായകനാവണ അവസ്ഥയാണ്. അതെ, നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ എത്തുമെന്നല്ലേ, അല്ലെ? പ്രകൃതി സിനിമയുടെ സൗന്ദര്യം കൂട്ടാൻ ഗോകുൽ ഗോപകുമാർ ഏതറ്റം വരെ ഓക്കെ, എല്ലാം വിജയകരമായി പൂർത്തിയായി. യെസ്, അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതത്ര എന്താ പറയാ, നമ്മള് ഫിലിംസ് കാണുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കില്ല ഇത് എന്താ പറയാ, ഇത് ഇത്ര ഒരു പ്രോസസ്സാണെന്ന്. പക്ഷെ അത് 4 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി ഇതിന്റെ പുറത്ത് എന്തോരം കഷ്ടപ്പാടാണ് ഉള്ളതെന്ന്. എന്തായാലും ഒത്തിരി സന്തോഷം. താങ്ക് യു ഗൈസ്. ശേഷം ഭാഗം സ്ക്രീനിൽ. ബൈ.